ലോങ് ആകുമ്പോൾ ഒരു 18-20 കിട്ടും. 18-19 ആ റേഞ്ച് ലോങ്ങിലും കിട്ടും. അത്യാവശ്യം സ്പേസ് ഉള്ള റോ തന്നെയാണ് ബാക്കിൽ അല്ലേ ഇതിൽ? ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇത് 2 വർഷമായിട്ട് എൻ്റെ പേരിലുള്ള വണ്ടിയാണ്. നിങ്ങളെ പേരില്ല? വെരി ഗുഡ്. അപ്പോൾ ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓർഡർ കണക്കാണ്. മൂപ്പരാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ വില എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഇപ്പം എത്രയാണ് ഓൺ റോഡ് വരുന്നത്? ഇപ്പോൾ 780 ഉണ്ട് അല്ലേ ഓൺ റോഡ്? 24 മോഡൽ. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല. മാഗ്നയിൽ അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അലോയ്സ് ചെയ്തിട്ടുണ്ട്. മിഡിൽ ഓപ്ഷനാണ്. AC പോസ്റ്ററിന്, ഫോർഡർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ. സർവീസ് ഒക്കെ പ്രോപ്പറാ? സർവീസ് കറക്റ്റ് സർവീസാണ്. കറക്റ്റ് ഉണ്ട്. എത്രയാണ് ചോദ്യം? എത്രയാണ്? ഒരു 7.25 കൊടുക്കാം. 7,75,000 രൂപയ്ക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ബ്രോസ് കാസിലേക്ക് വീണ്ടും വന്നു. പെട്ടെന്ന് വരുന്നുണ്ട് ഇപ്പോൾ ബ്രോസ് കാസിലേക്ക്. ഗുരുവായൂരും മമ്മിയൂരാണ് ലൊക്കേഷൻ വരുന്നത്. ബ്രോസ് കാസിൻ്റെ കുന്നംകുളം റൂട്ടിലായിട്ട്. ഇപ്പം നമ്മൾ ചെയ്തിട്ട് ഒരു 3 ആഴ്ചയായിട്ടേ ഉള്ളൂ അല്ലേ? ഓക്കെ. പുതിയ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതാണ് പിന്നെയും വന്ന് ഇവിടെ ഒരു ലിമോസിൻ കിടക്കുന്നുണ്ട്. കിയയുടെ കാർണിവൽ ലിമോസിൻ. എന്താ അവസ്ഥ ഇത്? അത് 2020 വണ്ടിയാണ്. അതൊരു കസ്റ്റമർ വണ്ടിയാണ്. അത് വില ഫൈനലായിട്ടില്ല. ലാസ്റ്റ് വില ആയതിൻ്റെ ശേഷം വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അപ്പോൾ ഇവനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പോയിക്കോ, വില ഫൈനലായിട്ടില്ല. ഓക്കെ. അപ്പോൾ ബ്രോസ്കാസ്റ്റിൻ്റെ കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. വണ്ടിയുടെ ക്വാളിറ്റിയിൽ ഒരു പേടിയും വേണ്ട. അത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിലേ പറയാണ് അല്ലേ? ആ ഒരു ഉറപ്പ് എന്തായാലും നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു ഷോറൂമാണ്. അപ്പോൾ കോൺടാക്റ്റിലേക്ക് വിളിച്ചാൽ മതി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. എത്ര നാളായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സായിട്ട് നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ ഓരോ വണ്ടിയുടെയും നമുക്ക് വീഡിയോയിൽ കാണാം. ആദ്യ വാഹനം ഒരു ഓഫർ പ്രൈസിലുള്ള ഒരു പോളോ ആണ്. ഓഫർ പ്രൈസ് ആവാൻ കാരണമുണ്ട്, അത് പറഞ്ഞുതരാം. KL8 രജിസ്ട്രേഷൻ, തൃശ്ശൂർ വണ്ടിയാണ്. ഡീസൽ പോളോ അല്ലേ? ഡീസൽ ഹൈലൈന് 2014 മോഡൽ. ഹൈലൈൻ ഫുൾ ഓപ്ഷൻ 2014 ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ് അന്നത്തെ. അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. എത്ര ഓട്ടം പോയി? 140 ഓട്ടം. ഓണർഷിപ്പ് ഏകദേശം എത്ര മാർക്കറ്റ് ഉണ്ടാവും വണ്ടിക്ക്? ഡീസൽ അല്ലേ? ഡീസൽ പോളോ എന്ന് വെച്ചാൽ നോർമൽ ഒരു ഓട്ടമാണെങ്കിൽ 1 താഴെയൊക്കെ ആണെങ്കിൽ 3.5, 4 വരെയൊക്കെ പോകും. ഇത് നമുക്ക് 2,60,000 രൂപ കൊടുക്കാം. ഇനി ഒരു 50 രൂപയുടെ വർക്ക് ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ കസ്റ്റമർ, എന്നാലും ഉപയോഗിക്കാം അടിപൊളിയായിട്ട്. എന്നാലും ശരിക്കും ഫുള്ള് നമ്മൾ പോളോ കൊടുക്കുമ്പോൾ നിങ്ങൾ ഫുള്ള് ചെക്ക് ചെയ്ത് എടുക്കണം. നമ്മൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം വരില്ല. എന്ന് വെച്ചാൽ 4 ദിവസം വണ്ടി നിർത്തിയാൽ ചിലപ്പോൾ ABS-ന്റെ ലൈറ്റ് ഒക്കെ ആയിട്ട് കത്തലുണ്ട് വണ്ടി. ABS വണ്ടി വെറുതെ നിർത്തിയിട്ടാൽ പോലും കത്തും. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് ആയിട്ട് നമ്മൾ ഫുള്ള് നിങ്ങൾ ചെക്ക് ചെയ്യുക. പോളോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫുൾ ചെക്ക് ചെയ്യുക. ഞങ്ങൾ 2,60,000 രൂപയ്ക്ക് വണ്ടി തരാം. അതായത് ഓഫർ പ്രൈസ് കൊടുക്കുന്നത്. അതായത് വണ്ടിക്ക് ഇവർ ഗ്യാരണ്ടി പറയുന്നില്ല. ഇവിടുത്തെ വണ്ടി എടുക്കാൻ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ലാന്ന്. പക്ഷെ വണ്ടി എന്ന് വെച്ചാൽ എന്താണോ അവസ്ഥ അത് അതുപോലെ തന്നെ പറഞ്ഞത്. ആ ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. ഓക്കെ. ഒരു 50 രൂപ ഇറക്കി കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് ഒരു 50 രൂപ ഇറക്കിയാൽ ഒരു വർഷം 1,00,000 കിലോമീറ്റർ വരെ പിന്നെ ഉപയോഗിക്കുക. പക്ഷെ നമ്മളത് അതിലും ആ പൈസ കൊടുക്കുന്നതിന്റെ പൈസ കുറച്ച് കൊടുക്കും. ഇതിലിപ്പോൾ മെയിൻ പണി കിട്ടാൻ പോകുന്നത് ഇഞ്ചക്ടർ ആയിരിക്കും. അതെ 140 ഓടിയില്ല. അപ്പോൾ ഇഞ്ചക്ടർ ചിലപ്പോൾ 4 കൂടി ഒരുമിച്ച് മാറേണ്ടി വരും. അത് കമ്പനിയിൽ നിന്ന് മാറുകയാണെങ്കിൽ ഒരു ഇഞ്ചക്ടറിന് തന്നെ 20,000 രൂപ ഉണ്ടാവും. 20,000, 25,000 രൂപ, 1,00,000. കമ്പനിയിൽ നിന്ന് മാറണ്ട, പുറത്തുനിന്ന് മാറാം. പുറത്തുനിന്ന് 5,000 രൂപ കിട്ടും. പുറത്തുനിന്ന് സെക്കൻഡ് ഹാൻഡ് കിട്ടും. അല്ലാണ്ട് പിന്നെ വേറെ ഇത് കിട്ടും. ഓടിക്കണോണ്ട് ഇതാക്കണേന്നും കുഴപ്പമില്ല കേട്ടാ. ഞാൻ വണ്ടി ഇവിടുന്ന് എക്സ്ചേഞ്ചിന് വന്നതാണ്. അതേ റേറ്റിന് ഞാൻ കസ്റ്റമറിന് കൊടുക്കുന്നത് മാത്രം. അപ്പോൾ എക്സ്ചേഞ്ച് പ്രൈസാണിത് 2,60,000 രൂപ. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നല്ലൊരു മെക്കാനിക്കിനെ കൂട്ടി വരിക. ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്, മൈലേജ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഇത് ശ്രദ്ധിക്കാം, ഡീസൽ വണ്ടിയാണ്, പണി എപ്പോഴും വരാം അല്ലേ? അതേപോലെ തന്നെ നമ്മളേത്തൊരു 2011 പോളോ ഉണ്ട്. അത് ടെസ്റ്റ് എടുത്തു കൊടുക്കും. ഒരു 1,60,000 കൊടുക്കാം. 1,60,000 അതുകൊണ്ട് അല്ലേ? റെഡ് കളർ. ഇത് 2,60,000, മറ്റേ 1,60,000. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് വിളിച്ചോ, ചെക്ക് ചെയ്യുക, എടുക്കുക. മാർക്കറ്റ് റേറ്റിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടോ നോക്കാം. ലോണ് ചാൻസ് ഉണ്ടോ? ലോൺ ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ ഇടും. അത് ലോൺ കിട്ടും. സ്വിഫ്റ്റ് ആണ് ഏറ്റവും ന്യൂ ഷേപ്പ് വാഹനം. KL46 ഗുരുവായൂർ വണ്ടി അല്ലേ? അതെ. ഇതെങ്ങനെയാ ഡീറ്റെയിൽ? 2024 മോഡൽ VXi. ഇപ്പം എത്രയാണ് ഓൺ റോഡ് വരുന്നത്? ഇപ്പോൾ 780 ഉണ്ട് അല്ലേ ഓൺ റോഡ്? 24 മോഡൽ. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. വേറെ ക്ലെയിമോ ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. 17 ഓടിയിട്ടുള്ളൂ. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. വേറെ ക്ലെയിമും കാര്യവും ഒന്നും സംഭവിച്ചില്ല. 780 പുതിയ വണ്ടിക്ക് വരുന്നുണ്ട്. മാരുതി വണ്ടികൾക്ക് പൊതുവെ ഡിപ്രിസിയേഷൻ കുറവായിരിക്കും. ചോദ്യം എത്രയാണ്? ഒരു 650 കൊടുക്കാം. 650, 130 വ്യത്യാസം. 17,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് വന്നിട്ടുണ്ട്.
മാരുതി വണ്ടിയാണ്, ശ്രദ്ധിക്കുക. വേറെ ബ്രാൻഡാണെങ്കിൽ ഇതിലും കുറഞ്ഞാണ്, നല്ല രീതിയിൽ കുറഞ്ഞാണ് അല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചോ, പുതിയ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ വിളിച്ചോളൂ. 6 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. അതെ, 50,000 കണ്ട് ഇറക്കി കൊണ്ടുപോയി ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് മാരുതി സുസുക്കി തന്നെ ബലേനോ ആണ്. സ്വിഫ്റ്റിൻ്റെ മുകളിൽ വരുന്ന കാറ്റഗറി നെക്സ. പിന്നെ നേരത്തെ കണ്ട സ്വിഫ്റ്റിൻ്റെ മൈലേജ് പറയാൻ വിട്ടുപോയി. ഒരു 16, 17, 18 റേഞ്ച് മൈലേജ് ഉണ്ട് അല്ലേ? അതിന് മൈലേജ് നല്ല കമ്പനി നല്ല പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 20-ൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പോൾ കറക്റ്റാ നോക്കടാ ഫ്രെയിമൊക്കെ കറക്റ്റാണോ? ഞാൻ ഉള്ളിലുണ്ടോ? കട്ടാന്നില്ലല്ലോ? ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടല്ല, ഓൾറെഡി 2 ഫ്രണ്ടിൽ വരുന്നുണ്ട്. 2 ഫ്രണ്ടിലുണ്ട്, ബാക്കിൽ 4 ഫ്രണ്ടിൽ വരുന്നുണ്ട്. 2 അവർ കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തില്ല. സിഗ്മയിൽ 4 ഉണ്ട്. അതിൽ ബാക്കിൽ കമ്പനിയിൽ നിന്ന് ചെയ്ത പോലെ ചെയ്തിട്ടുള്ള. ഫ്രണ്ടിൽ 4 ഉണ്ട്. ഫ്രണ്ടിൽ 4 ഉണ്ട്. കമ്പനി ഇൻബിൽറ്റ് വരുന്നുണ്ടോ? 21 വരുന്നുണ്ട്. വരുന്നുണ്ട്, ഓർമ്മയില്ല. ഓക്കെ, എന്നാലും പവർ വിൻഡോസ് പുറകിലും ചെയ്തിട്ടുണ്ട്. ബോക്സ് അല്ല, കമ്പനി വരുന്ന ടൈപ്പാണുള്ളത്. കമ്പനി വരുന്ന ടൈപ്പ് തന്നെ. ഓക്കെ, അപ്പോൾ 4 പവർ വിൻഡോസ് ചിലപ്പോൾ കമ്പനി ചെയ്തായിരിക്കും. അതെ, കമ്പനി ചെയ്താവും. അതെ. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല? ക്ലെയിം ഒന്നുമില്ല. പക്ക സർവീസ് പോയ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഒരു 12-15 മൈലേജ് ഉണ്ടാവും. ചോദ്യം എത്രയാ? നമുക്കൊരു 5.45 കൊടുക്കാം. 5.45 21 മോഡൽ ബലേനോ ആണ്. 5 lakhs വരെ ലോൺ കിട്ടും. 5 lakhs വരെ കിട്ടും. അടുത്തതാ നേരത്തെ കണ്ടതിന് തൊട്ട് മുന്നത്തെ ഷേപ്പ്, പക്ഷേ 4 സിലിണ്ടർ വണ്ടിയാണ്. KL 74. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2021 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 70,000 ഓട്ടം. 21 സിംഗിൾ ഓണർഷിപ്പ്, 70,000. ഏതാ VXI 4 ടയർ ഫ്രഷ് പുതിയത് ഇട്ടുണ്ട്. അതേപോലെ തന്നെ സീറ്റ് കവർ പുതിയതാണ്, ഇൻഷുറൻസ് പുതിയതാണ്, സർവീസ് പുതിയതാണ്. വണ്ടി നീറ്റ് വണ്ടി. ഓക്കെ, അതിനെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് മാർക്കറ്റുള്ള വണ്ടി. തീർച്ചയായും 21 മോഡലാണ്. ചോദ്യം? നമുക്ക് ലാസ്റ്റ് 5.85 കൊടുക്കാം. 5,85,000. VXI ആണ് ഓപ്ഷൻ വരുന്നത്. 21 മോഡൽ സ്വിഫ്റ്റ് ആണ്. ഇത് 5 lakhs ലോൺ കിട്ടും. കിട്ടും. ഓക്കെ, നേരത്തെ കണ്ടത് ബലേനോ ബേസ് ആണ്. ഇത് VXI മിഡിൽ ഓപ്ഷൻ സ്വിഫ്റ്റ് ആണ് അല്ലേ? ഇതിൽ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് 2 ചെറിയ വാഹനങ്ങളാണ്. ഒന്ന് ടാറ്റ നാനോയും ഒന്ന് ആൾട്ടോയും. നാനോ എങ്ങനെയാണ് ഡീറ്റെയിൽ? നാനോ 2011 മോഡല്. ഇപ്പോൾ പുതിയ ടെസ്റ്റ് കഴിഞ്ഞാണല്ലോ, 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ആകെ. പുതിയ പേപ്പറിൽ 38,000 കിലോമീറ്റർ. അതിൽ അലവിൽ ഇതുണ്ട്. അത് ശരി. 2 പവർ വിൻഡോ ഇതുണ്ട്, AC ഉണ്ട് വണ്ടി. ഓക്കെ, എല്ലാം വർക്കിംഗ് അല്ലേ? വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. അലോയ്സ് ടയേഴ്സും വലിയ കുഴപ്പമില്ല, നല്ല രസമുള്ള അലോയ്സ് ആണ്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. അപ്പോൾ ലോ കിലോമീറ്റർ, അത് നാനോൻ്റെ കാര്യമായതുകൊണ്ട് സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കാണ്. കിലോമീറ്റർ ഉറപ്പിച്ച് പറയാം. അത്ര ക്ലീൻ ആവണ്ടേ. ഓക്കെ, 38,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ചോദ്യം എത്ര അതിൻ്റെ? ലാസ്റ്റ് നമുക്കൊരു 62 രൂപ കൊടുക്കാം. 62,000 രൂപയ്ക്ക് പുതിയ പേപ്പറിലാണ്. 5 വർഷത്തെ പുതിയ പേപ്പറിൽ 2 ഡോർ പവറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ടാറ്റ നാനോ നിങ്ങൾക്ക് കൊണ്ടുപോകും. അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാം. ഈ ആൾട്ടോ 2005 പുതിയ പേപ്പർ. AC പവർ സ്റ്റിയറിംഗ് LXI ആണ്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ് വരും. ഇതും പുതിയ പേപ്പറിൽ, 5 വർഷത്തെ പുതിയ പേപ്പറിലാണ്. ഓട്ടോ എത്രയാണ് കാണിക്കുന്നത് ഇതിൻ്റെ? ഓട്ടോ 1 lakh. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ പുതിയ പെയിന്റിങ് ചെയ്ത് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. എത്രയാ? 5 വർഷത്തെ പേപ്പർ പുതിയതുണ്ട്. നമുക്കൊരു 70 രൂപ കൊടുക്കാം. 70,000 രൂപയ്ക്ക് പുതിയ പേപ്പറുള്ള ആൾട്ടോയും കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോ. 2 ലോണും കാര്യമൊന്നും കിട്ടൂല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഹ്യുണ്ടായി i20 ഗുരുവായൂർ വാഹനം തന്നെയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 മോഡല്. പെട്രോള്. ഏതാ ഓപ്ഷൻ? ഇത് മാഗ്നയിൽ അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അലോയ്സ് ചെയ്തിട്ടുണ്ട്. മിഡിൽ ഓപ്ഷനാണ്. AC പോസ്റ്ററിന് 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുള്ളല്ലോ? വരുന്നുണ്ടോ? ഓക്കെ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് അടക്കം വരുന്ന 2014 പെട്രോൾ വണ്ടിയാണ്. നിങ്ങൾക്ക് CNG കയറ്റിയിട്ട് ഉപയോഗിക്കാം. നല്ല മൈലേജും നല്ല ഡ്രൈവിംഗ് സുഖമൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ, CNG കയറ്റാണ്ടെന്നാൽ 11 to 13 വരെയൊക്കെ മൈലേജ് കിട്ടും. ഓക്കെ, അത്രയും മാക്സിമം കിട്ടുള്ളൂ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓട്ടോ എത്ര പോയി? ഓട്ടോ 90 പെട്രോളാണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണോ? സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, എത്രയാണ് ചോദ്യം? നമുക്കൊരു 3.40 കൊടുക്കാം. 14 വണ്ടി. ഓക്കെ, പെട്രോൾ 3,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു ക്ലെയിമും ഇല്ലാത്ത ഒരു നല്ല പെട്രോൾ വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, ലോൺ എത്ര കിട്ടും? ഒരു 2.25-3 ഉള്ളിൽ കിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഹ്യുണ്ടായി വെന്യൂ KL 54 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണിത്. ഫുൾ ഓപ്ഷൻ
ഫുൾ ഓപ്ഷൻ വണ്ടി, സൺറൂഫൊക്കെ വരുന്ന വണ്ടി. ഏറ്റവും ടോപ്പല്ല? ഏറ്റവും ടോപ്പ്. ഓക്കെ, ഏതാ മോഡല്? 2020 ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. പെട്രോളാ? പെട്രോൾ. ഓക്കെ. മൈലേജ് ഒരു 11-13 ആ റേഞ്ച് മൈലേജ് കിട്ടുള്ളൂ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണല്ലേ. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 70 ഓടിയിട്ടുണ്ട്, 20 മോഡലിൽ. ഓക്കെ. സർവീസ് ഒക്കെ പ്രോപ്പറാ? സർവീസ് കറക്റ്റ് സർവീസാണ്. കറക്റ്റ് ഉണ്ട്. എത്രയാണ് ചോദ്യം? എത്ര? ഒരു 7.25 കൊടുക്കാം. 7,75,000 രൂപയ്ക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ 2020 മോഡൽ വെന്യൂ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 7 lakhs അപ്പോൾ ലോൺ കിട്ടുമോ? ഏകദേശം കിട്ടും, അത്രയും കിട്ടും. ഓക്കെ. അടുത്ത നിസാൻ മൈക്ര KL57 കൊടുവള്ളി രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത്. ഇത് ഡീസലാ? ഡീസൽ. നല്ല രസമായിരിക്കും കേട്ടോ ഓടിക്കാൻ. പിന്നെ നല്ല മൈലേജും കിട്ടും. 20-20 മേലെ കിട്ടും. ഞാൻ ആവറേജ് 22 കാണിക്കുന്നുണ്ട്. കുറച്ച് കാലം ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട് ഡീസൽ മൈക്ര. നല്ല രസമാണ് ഓടിക്കാൻ. അതായത് പോളോ നമ്മൾ പവറും ഇതൊക്കെ പറയുമെങ്കിലും അതിനേക്കാൾ ഭയങ്കര റിഫൈൻമെൻ്റ് ആണ് ഈ എഞ്ചിന്. ഭയങ്കര റിഫൈൻ എഞ്ചിനാണ്. ജപ്പാനല്ല വണ്ടി. അതെ, ഓടിക്കാൻ നല്ല രസമാണ്. പക്ഷേങ്കിൽ കുറച്ച് കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിൽ മാസാമാസം നമ്മളൊരു എമൗണ്ട് ചെയ്യുമ്പോൾ കാണേണ്ടി വരും. ഡീസലാണെങ്കിൽ 70,000 കിലോമീറ്റർ ഓട്ടോ. 70. അപ്പോൾ വലിയ ഓട്ടമല്ല, പ്രശ്നമില്ല. ഇതിൻ്റെ മേജർ എത്ര വരിക? 1 lakh 1.20 ചെയ്താൽ മതി. ഞാൻ ടൈമിംഗ് ബെൽറ്റ് മാറിയത് 1.30 സമയത്താണ് മാറിയത്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് ഇങ്ങോട്ട് നമ്പറായ വണ്ടി കേട്ടോ. നമ്പർ ആയത് അറിയാതാ. ഓക്കെ. ഏതാ മോഡൽ? 16-17 രജിസ്ട്രേഷൻ. 17 വണ്ടി അല്ല? ഓക്കെ. 16 മോഡൽ, 17 രജിസ്ട്രേഷൻ, ഡീസലാണ്. ഫുൾ ഓപ്ഷനാണ്? ഫുൾ ഓപ്ഷൻ അല്ല, എക്സൽ. അതിൽ പലവിൽ ഉണ്ട്, ചെയ്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ പുഷ് ബട്ടൺ കൂടെ വരും, അതുണ്ടാവില്ല, അവർ മാറ്റേ ഉള്ളൂ. ഞാനത് വീട്ടിൽ ഉപയോഗിച്ച വണ്ടിയാണ്. അത് ശരി. അപ്പോൾ ഓക്കെ. ഞാനൊരു 8 മാസമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. എത്ര ചോദ്യം? എത്ര ഇപ്പോൾ? നമുക്ക് ലാസ്റ്റ് ഒരു 2.50 കൊടുക്കാം. 2.5 ലക്ഷത്തിന് 16 മോഡൽ, 17 രജിസ്ട്രേഷൻ, ഫ്രീ ആയി കഴിഞ്ഞ കേരള നമ്പർ ആയ ഒരു മിഡിൽ ഓപ്ഷൻ മൈക്ര ഡീസൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ കിട്ടും? ഏകദേശം 2 ലക്ഷം കിട്ടണം. 2 lakhs വരെ ലോണും കിട്ടും. ഓക്കെ. മെയിൻ്റനൻസ് കാണണേ. ഡീസലാണ്, ഓടിക്കാനൊക്കെ രസം, മൈലേജ് ഉണ്ട്, പക്ഷേ മെയിൻ്റനൻസ് എന്തായാലും കാട്ടി വരും. ഓക്കെ. അടുത്തതാ മാരുതി സുസുക്കി വാഗണർ KL46 ഗുരുവായൂർ വണ്ടി തന്നെ. എന്തെങ്കിലും ഡീറ്റെയിൽ? 2022 ഓട്ടോമാറ്റിക്. ഓക്കെ. VXI? VXI മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനമാണ്. 1.2 അല്ല? അതെ. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. പക്കാ നീറ്റ് വണ്ടി. ഓട്ടം എത്ര പോയി? ഓട്ടം പോയി 70,000. ഓട്ടം പോയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 17-18 ഓട്ടോമാറ്റിക് തന്നെ മൈലേജ് കിട്ടും. ഓക്കെ. അപ്പോൾ എത്ര ചോദ്യം? എത്ര ഇതിൻ്റെ? ഒരു 5.40 കൊടുക്കാം. 5,40,000 രൂപയ്ക്ക് 17-18 കിട്ടൂല. 15 to 17 വരെ. ഓക്കെ. 5.40 22 മോഡൽ VXI ഓട്ടോമാറ്റിക് 70,000 ഓടിയ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. അതെ, സിംഗിൾ ഓൺഷിപ്പ് വാഗണർ ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. 5 lakhs വരെ ലോൺ കിട്ടും. അതിന് മേലെ കിട്ടാൻ ചാൻസ് ഇല്ല? 5 lakhs കിട്ടും. അടുത്തത് പഴയ ഷേപ്പ് അടിപൊളി ഒരു i20 KL46 ഗുരുവായൂർ വണ്ടിയാണ്. അഡീഷണലി അലോയ് വീലും കുറച്ച് ബൾക്കി ടയേഴ്സൊക്കെ ചെയ്ത വാഹനമാണ്. ഏതാ മോഡൽ? ഇത് 2011 മോഡൽ. ഡീസലോ പെട്രോളോ? ഡീസൽ. ഡീസൽ 11. നേരത്തെ പറഞ്ഞ് ഇതിനും ബാധകമാണ്. ഓട്ടോ എത്ര പോയി? ഓട്ടോ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് വിശ്വസിക്കുക. വണ്ടിയുടെ ക്വാളിറ്റി കണ്ടില്ലേ? വണ്ടി ക്വാളിറ്റി ഉണ്ട്. ഡോർ പേഡും അതേപോലെ നമ്മളെ സ്റ്റാരിങ് കവർ. ഓക്കെ. പുട്ടിയൊന്നും കാര്യം ഉണ്ടാവില്ല അല്ലേ? പുട്ടിയും കിട്ടിയൊന്നും കാര്യമില്ല. കറക്റ്റ് കമ്പനി പെയിന്റിങ്. ഹെഡ്ലൈറ്റ് കണ്ടില്ലേ? ഓക്കെ. വണ്ടി എന്തായാലും കാണുമ്പോൾ നല്ല നീറ്റാണ്. നിങ്ങൾക്ക് ആരെ കൊണ്ട് വന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അൽക്കോമീറ്റർ വെച്ച് നോക്കുക, ഹിസ്റ്ററി നോക്കുക, ഫിസിക്കലി നോക്കുക, എല്ലാം നോക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ലോ കിലോമീറ്ററുമാണ്. ഇത് ടെസ്റ്റിന് 4 മാസം ഉണ്ട്. 4 മാസം അല്ലേ? അതിൽ ടാക്സ് അടച്ചിട്ടുണ്ട്. അത് ശരി. ടാക്സ് അടച്ചിട്ടുണ്ട്. ഇനി ടെസ്റ്റ് ഓർഡറിന് ഏകദേശം ഒരു എല്ലാം കൂടി ഒരു 5 രൂപയുടെ ഉള്ളിലേ വരുള്ളൂ. ടാക്സ് ആണ് മെയിൻ സാധനം. അത് അടച്ചിട്ടുണ്ട്. 5 വർഷത്തേക്കുള്ള അടച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഓണർഷിപ്പ് എത്രയല്ല കിടക്കുന്നത്? തേർഡ് ഓണർഷിപ്പ്. 11 i20. ഓക്കെ. ആസ്ട്ര 8 ടോപ്പുണ്ട്. അന്ന് ഇറങ്ങുമ്പോൾ തന്നെ 9 ലക്ഷം രൂപ വണ്ടി. അന്ന് ഇറങ്ങുമ്പോൾ അലോയ്സും കാര്യമൊക്കെ ഉണ്ട്, പക്ഷേ മാറ്റി ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. എത്ര ചോദ്യം ഇപ്പോൾ? നമുക്ക് 2.50 കൊടുക്കാം. 2.5 ലക്ഷം ഡീസൽ i20 ആണ്, ലോ കിലോമീറ്റർ. അപ്പോൾ ഇത്രയും ഉറപ്പിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വന്നിട്ട് ഒന്നുകൂടി ഞാൻ അവരെ വിശ്വാസത്തിന് ചെക്ക് ചെയ്യാം. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോ. ഒരു സ്റ്റൈലിഷ് വണ്ടി. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ മാരുതി സുസുക്കി വാഗണർ. ഇതേതാ മോഡൽ? ഇത് 2021 മോഡൽ 1.2 ZXi ഫുൾ ഓപ്ഷൻ. 1.2 ZXi ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നേരത്തെ കണ്ടത് VXI അല്ലേ? ഓക്കെ. 1.2 ZXi ഇത് ഫുൾ ഓപ്ഷൻ മാനുവൽ. നേരത്തെ ഓട്ടോമാറ്റിക് കണ്ടു, ഒരു മാനുവലും ഉണ്ട്. ഓക്കെ. അപ്പോൾ ടയർ ഭാഗമൊക്കെ കുഴപ്പമില്ലാണ്ട് ഉണ്ടല്ലോ? എത്ര ഓടി?
നല്ല വണ്ടിയാണ്. 58,000 കിലോമീറ്റർ ഓട്ടം. സർവീസ് ഒക്കെ പക്കയാ? കറക്റ്റ് സർവീസാണ്. ഓക്കെ. ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതിൽ പുഷ് ബട്ടൺ ഉണ്ടോ? ഇല്ല വരില്ല. ഓക്കെ. എത്രയാ ചോദ്യം? എത്രയാ ഇത്? ലാസ്റ്റ് നമുക്കൊരു 485 കൊടുക്കാം. ZXi വണ്ടി അല്ല? 485. 85 ഒരു 4 ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം. ലോണും കിട്ടും. ഓക്കെ. മാനുവലാണ് ഡ്രൈവ്. ഓക്കെ. അടുത്ത വണ്ടി ഇത്രയും നേരം ചെറുവണ്ടി കണ്ടില്ലേ? ഇതിൻ്റെ ഒരു 7 സീറ്ററാണ് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം. ഹ്യുണ്ടായ് അൽകാസർ KL 75 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇത് 6 സീറ്ററോ 7 സീറ്ററോ? 7 സീറ്റർ. ഏതാ മോഡല്? ഇത് 2022 വണ്ടി. ഓക്കെ. 52,000 കിലോമീറ്റർ ഓട്ടം. ഡീസലാ? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഫുൾ ഓഫിൻ്റെ തൊട്ട് താഴെ. ഓക്കെ. 52,000 ഓടിയ ടോപ്പിൻ്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ഒരു 7 സീറ്റർ വാഹനമാണ് അൽകാസർ. മൈലേജ് ഒരു 15 to 17 വരെയൊക്കെ ഏകദേശം. ലോങ് ആകുമ്പോൾ ഒരു 18-20 ഒക്കെ കിട്ടും. 18-19 ആ റേഞ്ച് ലോങ്ങിൽ കിട്ടും. അത്യാവശ്യം സ്പേസ് ഉള്ള റോ തന്നെയാണ് ബാക്കിൽ അല്ലേ ഇതിൽ? ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇത് 2 വർഷമായിട്ട് എൻ്റെ പേരിലുള്ള വണ്ടിയാണ്. നിങ്ങളെ പേരില്ല? വെരി ഗുഡ്. അപ്പോൾ ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓർഡർ കിടക്കാണ്. മൂപ്പരാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ വില എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ എത്രയാണ് ചോദ്യം? എത്ര? നമുക്ക് ലാസ്റ്റ് ഒരു 16 കൊടുക്കാം. 16,60 ഇപ്പോൾ കച്ചവടം കഴിഞ്ഞതാ. അത് ശരി. അവർക്ക് 13 ലക്ഷം ലോണ് പാസ്സായി. 14 ലക്ഷം ലോണ് പാസ്സായി. അവർക്ക് 35,000 രൂപ അടവ് വന്നപ്പോൾ പിന്നെ അത് പ്രശ്നം. 2 ദിവസം ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ 4 ദിവസമായി. അപ്പോൾ വിവരം തന്നില്ല. അതുകൊണ്ട് കാണിക്കാം. അതുകൊണ്ട് കാണിക്കാൻ. ഓക്കെ. അപ്പോൾ ചോദിക്കുന്നത് ഇപ്പോൾ 16,50 16,60 ഓൾറെഡി കച്ചവടമായിരുന്നു. നടക്കാത്ത അവസ്ഥയാണ്. ഓക്കെ. അപ്പോൾ 16,50 ഫൈനൽ റേറ്റ്. 2022 ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ വരുന്ന അൽകാസറാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. പുഷ്പട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സൺറൂഫ് അടക്കം വരുന്ന ഒരുപാട് ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട് ടൈമിൽ. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ലോൺ ഒരു 15 ലക്ഷം കിട്ടും. ഏകദേശം കിട്ടും. അത്രയും കിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം നിർത്താം. ബ്രോസ്കാസ്റ്റിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം.